പിള്ളേരെ, അപ്പോൾ വെൽക്കം ടു പൈത്തൺ ക്ലാസ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെടുത്ത് നിർത്തിയത്? എന്താണ് ഒരു പൈത്തൺ, ആ പൈത്തൻ്റെ ഐഡൻറ്റിഫയർ എന്താണ്, കീവേഡ് എന്താണ്, അങ്ങനെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചല്ലേ. എങ്ങനെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, എങ്ങനെ ജസ്റ്റ് ഒരു പ്രോഗ്രാം തുടങ്ങാം, അതിനെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ ഒരു യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു വാല്യൂ സ്വീകരിക്കാം, യൂസറിനെ കൊണ്ട് എങ്ങനെ ഇൻപുട്ട് ചെയ്യിപ്പിക്കാം, അതെങ്ങനെ റീഡ് ചെയ്യിപ്പിക്കാം, അതെങ്ങനെ പ്രിന്റ് ചെയ്യിപ്പിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സി ലാംഗ്വേജൊക്കെ പഠിച്ചവരാണ് അല്ലേ? സി ലാംഗ്വേജിൽ നമ്മൾ അതിനു വേണ്ടി ഉപയോഗിച്ച ഫങ്ഷൻസ് ഏതൊക്കെയാണ്? പ്രിന്റ് എഫും സ്കാൻ എഫും അല്ലേ? അതേപോലെ തന്നെ പൈത്തണിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ പ്രിന്റ് എഫിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിന്റ് എഫ് എന്തിനാണ് ഉപയോഗിച്ചത്? യൂസറിൻ്റെ ഒരു മെസ്സേജ് ജസ്റ്റ് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പ്രിന്റ് എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചു. സ്കാൻ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത്? യൂസറിൻ്റെ കയ്യിൽ നിന്ന് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാൻ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചത്. ഇവിടെ പൈത്തണിൽ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരുമിച്ചാണ്, ഒറ്റ കീവേഡിലാണ് ഈ രണ്ട് ഫംഗ്ഷനും വർക്ക് ചെയ്യണത്. അങ്ങനെ രണ്ട് കീവേഡാണ് പൈത്തണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആദ്യത്തെയാണ് ഇൻപുട്ട് ഫംഗ്ഷൻ, രണ്ടാമത്തെയാണ് റോ ഇൻപുട്ട് ഫംഗ്ഷൻ. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് ആണ് പൈത്തൺ നമുക്ക് പ്രൊവൈഡ് ചെയ്യണേ. ആദ്യത്തെ ഇൻപുട്ട് ഫംഗ്ഷൻ, രണ്ടാമത്തെ റോ ഇൻപുട്ട് ഫംഗ്ഷൻ. ഇത് രണ്ടും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ആദ്യത്തെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഫംഗ്ഷൻ മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് ഏറ്റവും പഴയ പൈത്തൺ ലാംഗ്വേജിലാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ലാംഗ്വേജിലൊക്കെ ഉപയോഗിക്കുന്നത് റോ ഇൻപുട്ട് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഫംഗ്ഷനിൽ നമുക്ക് ഇൻറ്റിജർ നമ്പർ മാത്രമേ, അതായത് നമുക്ക് സ്ട്രിങ്ങോ ടെക്സ്റ്റോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഒന്നും റീഡ് ചെയ്യാൻ പറ്റില്ല. ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇൻറ്റിജർ ക്യാരക്ടേഴ്സ്, അതായത് 1, 2, 3 നമ്പറുകൾ മാത്രമേ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ റോ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടോ നമുക്ക് ക്യാരക്ടേഴ്സ് എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് റീഡ് ചെയ്യാം. ഇതാണ് നമുക്ക് ജസ്റ്റ് ഈ രണ്ട് ഫംഗ്ഷൻ്റെയും ഒരു മെയിൻ ഡിഫറൻസ്. ഞാൻ ഈ ചെറിയതായിട്ട് കോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ ഇൻപുട്ട് ഫംഗ്ഷൻ ഞാൻ പറഞ്ഞത് ഈ നോട്ട് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. കാരണം ഇതിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് അതിന് ലെങ്ത് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ തിയറി കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, when the input function is called in order to take input from the user and execution of the program, hold and wait for the user to provide an input. എന്താ പറഞ്ഞാൽ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു വാല്യൂ സ്വീകരിക്കണ വരെ യൂസർ അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കും. എപ്പോൾ യൂസർ എപ്പോൾ അവിടെ വാല്യൂ കൊടുക്കുന്നോ അതുവരെ വെയിറ്റ് ചെയ്യും. യൂസർ എപ്പോൾ വാല്യൂ കൊടുക്കുന്നോ അതിന് ശേഷമായിരിക്കും അത് അടുത്ത പ്രോസസ്സ് വർക്ക് ചെയ്യുക. ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, കാരണം ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് എക്സാമ്പിളിലും. അത് ഞാൻ നിങ്ങൾക്ക് കോഡിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. റോ ഇൻപുട്ട് എന്ന ഫംഗ്ഷൻ എന്താണ് ഉപയോഗിക്കുന്നത്? ഇതേപോലെ തന്നെ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഒരു വാല്യൂ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് റോ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കണം. നമുക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഈ ത്രൂ കോഡ് വഴിയായിട്ട് നമുക്ക് നോക്കി വെക്കാം. കോഡിൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ആദ്യം ഇൻപുട്ട് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ സപ്പോസ് നം ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ നമ്പർ നമ്മൾ കൊടുത്തു. അതിനുശേഷം പ്രിന്റ് നം കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കി വെക്കാം. ആദ്യത്തെ ഇൻപുട്ട് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് റൺ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആദ്യം നമ്മളെടുത്ത് ചോദിച്ചു എൻ്റർ നമ്പർ. നമ്മളിപ്പോൾ സപ്പോസ് 1, 2, 3 ഒരു നമ്പർ സാമ്പിൾ നമ്പർ അടിച്ചു, പ്രിന്റ് ചെയ്തു 1, 2, 3 എന്നുള്ള ആൻസർ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു ഇൻറ്റീജർ ആണ് ഉപയോഗിച്ചിരുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ സപ്പോസ് ഇൻപുട്ട് എൻ്റർ ദ നമ്പർ എന്ന് പകരം എൻ്റർ ദ നെയിം ആയിരുന്നു ഉപയോഗിച്ചിരുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കൊരു സ്ട്രിങ് ആയിരുന്നു റീഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റൺ ചെയ്തു. അതിനുശേഷം നമ്മളൊരു എൻ്റർ ദ നെയിമിന് നമ്മൾ ASC എന്നോ ABC എന്നോ എന്തെങ്കിലും കൊടുത്തൊന്നും വിചാരിക്കുക. എൻ്റെ അടിച്ച് നോക്കി നിങ്ങൾക്കൂടെ കാണാൻ പറ്റും, അതൊരു എററായിട്ട് കാണാൻ പറ്റും. കാരണം അങ്ങനെ ഒരു കാര്യം ഇതിൽ പോസിബിൾ അല്ല. ഇവിടെ നമുക്ക് എന്ത് മാത്രമാണ് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ? നമ്പർ മാത്രമേ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻറ്റിജർ മാത്രമേ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എൻ്റെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ 1, 2, 3
ജസ്റ്റ് പ്രിന്റ് ചെയ്തു. ഇതാണ് ഇൻപുട്ട് ഫംഗ്ഷൻ. ഇനി അടുത്തത് എന്താണ് റോ ഇൻപുട്ട് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ഈ ഒരു കോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ. നമുക്ക് ഈ ഇൻപുട്ട് ഫംഗ്ഷൻ നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച ഏതെങ്കിലും ഒരു വേരിയബിൾ, അത് ഇഷ്ടമുള്ള വേരിയബിൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ ഇഷ്ടമുള്ള വേരിയബിൾ ഈക്വൽ ടു ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്തു. ഫംഗ്ഷൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൽ എന്താണോ അവിടെ പ്രിന്റ് ചെയ്യേണ്ട മെസ്സേജ്, ഇവിടെ എന്ത് മെസ്സേജാണോ പ്രിന്റ് ചെയ്യേണ്ടത് അത് ഈ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ജസ്റ്റ് അത് നമ്മൾ കൊടുക്കുമ്പോൾ ഓട്ടം വരും. നമ്മളിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, അതിലാണെന്നുണ്ടെങ്കിൽ സിയിലാണെന്നുണ്ടെങ്കിൽ പ്രിന്റ് ഓഫ് എൻ്റർ ദ നമ്പർ, സ്കാൻ ഓഫ് നം പെർസെൻറ്റേജ് ഡി എന്ന് പറഞ്ഞിട്ട് നം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങേണ്ടി വരും അല്ലേ. ഇവിടെ അത് എന്തുണ്ടായി, ഇവിടെ ഒരു ഫംഗ്ഷനിൽ തന്നെ ഇപ്പം നം ഈക്വൽ ടു നമ്മൾക്ക് എന്ത് വന്നു, ഇൻപുട്ട് എൻ്റർ എന്നാണ്. ഇവിടെ നമ്മൾ എന്ത് നമ്പറാണോ അടിക്കണേ അത് ഓട്ടോമാറ്റിക് എവിടേക്ക് എത്തും, ഈ നം എന്ന് പറഞ്ഞ വാല്യൂയിലേക്ക് ഓട്ടോമാറ്റിക് എത്തും. അതിനുശേഷം പ്രിന്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ് പ്രിന്റ് ഏതാണോ വേരിയബിൾ നെയിം, പ്രിന്റ് സ്പേസ് ആ വേരിയബിൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ വാല്യൂ അവിടെ ജസ്റ്റ് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്നതാണ് എന്താണ് റോ ഇൻപുട്ട് ഫംഗ്ഷൻ. റോ ഇൻപുട്ട് ഫംഗ്ഷൻ സെയിം ഇതേപോലെ തന്നെ ഈ സെയിം കാര്യം തന്നെ നമുക്ക് റോ ഇൻപുട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് ഓക്കെ, നം 1 എടുക്കാം. നമുക്ക് നം ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. നം 1 ഈക്വൽ ടു റോ ഇൻപുട്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടാം, എൻ്റർ സെക്കൻഡ് നമ്പർ. ഞാൻ ഈ ഹെഡ്സെറ്റൊക്കെ അടിച്ചു പിടിച്ച് പറയുന്നത് കൊണ്ട് വാക്കുകൾ തെറ്റി പോകുന്നുണ്ട്. പ്രിന്റ് നം 1. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിക്കോളൂ. ഇതിൽ എൻ്റർ ദ നമ്പർ, ഇതിൽ ആദ്യത്തെ വന്നിട്ടുള്ളത് ഇൻപുട്ടിൻ്റെ വന്നിട്ടുള്ളത്. സപ്പോസ് നമുക്കൊരു 1 2 3 അടിക്കാം. ഇതാണ് നമ്മളിപ്പോൾ അടിച്ചത്, എൻ്റർ സെക്കൻഡ് നമ്പർ. റോ ഇൻപുട്ടിൽ നമ്മൾ സ്വീകരിച്ചത് എൻ്റർ സെക്കൻഡ് നമ്പർ. ഇതിൽ 4 5 6 അറിയിച്ചു, ജസ്റ്റ് 4 5 6. ഇത് ഇപ്പോൾ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നില്ല അല്ലേ. ഇനി ഒരു കാര്യം കാണിച്ചാൽ ഇപ്പോൾ നമ്പറിന് പകരം നമുക്ക് ക്യാരക്ടർ സ്വീകരിക്കാം. ഇപ്പോൾ നെയിം ഈക്വൽ ടു റോ ഇൻപുട്ട് റോ അണ്ടർസ്കോർ ഇൻപുട്ട്. ഈ സിൻടാക്സ് ഇതേപോലെ തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. ഒരു ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാമിന് തെറ്റ് വരും. എൻ്റർ നെയിം പ്രിന്റ് നെയിം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുക, നമ്മൾ ആദ്യത്തെ കളഞ്ഞിട്ടില്ല, എന്താ നമ്മുടെ ആദ്യത്തെ കളഞ്ഞിട്ടില്ല, കുഴപ്പമില്ല. ആദ്യത്തെ 1 2 3 ഇത് ഏതിൻ്റെയാ, ഇത് ഈ ഇൻപുട്ടിൻ്റെ 1 2 3 ആണ് അടിക്കേണ്ടത്. എൻ്റർ സെക്കൻഡ് നമ്പർ, റോ ഇൻപുട്ട് ഇതാണ്, എൻ്റർ സെക്കൻഡ് നമ്പർ 4 5 6. അതിനുശേഷം നെയിം ചോദിച്ചു. നെയിം നമുക്കിപ്പോൾ സപ്പോസ് ഹരിയാണ് നെയിം എന്ന് വിചാരിക്കും. ഇപ്പം എന്തായി, ഇത് 3ഉം പ്രിന്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഇനി ഇത് 3ൻ്റെയും വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഈ വെള്ള ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വര വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വലിയ എററൊന്നല്ല, നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എററാണ്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് റീഫോർമാറ്റ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അപ്പോൾ ആ എറർ അവിടെ പൊക്കോളും, സ്പേസ് ഇല്ലാത്തതിൻ്റെയാണ്. ഇവിടെ എന്ന് പറഞ്ഞൊരു സ്പേസ് കൂടി റീഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കോളും. ബാക്ക് അടിച്ച് ചില സമയത്ത് അത് വരില്ല, ചിലപ്പോൾ വരും. ഓക്കെ, ഇപ്പോൾ അതേ വന്നു. അപ്പോൾ ഈ വെള്ളവരകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഈ സ്പേസ് ഇട്ടിട്ടില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ റെഡ് ലൈൻ വന്നാൽ മാത്രമാണ് അത് എററായിട്ട് വരുള്ളൂ. ഓക്കെ, ഇനി ഇതിൻ്റെ വ്യത്യാസം നമുക്ക് കാണാം. ഓക്കെ, ഇതിൻ്റെ വ്യത്യാസം കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടും റോ ഇൻപുട്ടും തമ്മിലുള്ള മെയിൻ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞത്, ഇൻപുട്ടിൽ നമുക്ക് നമ്പറുകൾ മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. റോ ഇൻപുട്ടിൽ നമുക്ക് സ്ട്രിങ്, ക്യാരക്ടർ എല്ലാം സ്വീകരിക്കാൻ പറ്റും. പക്ഷേ റോ ഇൻപുട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എല്ലാം സ്വീകരിക്കുമ്പോൾ ഏത് സ്വീകരിച്ചു കഴിഞ്ഞാലും അത് സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യുക. സ്ട്രിങ് ആയിട്ട് റീഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ എൻ്റർ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് 4 5 6 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പറാണ് റീഡ് ചെയ്തേക്കണേ അല്ലേ. സംഭവം നമുക്ക് പ്രിന്റ് ചെയ്തപ്പോൾ ഉത്തരം കിട്ടി, 4 5 6 എന്ന് കിട്ടി. പക്ഷേ ഇത് കമ്പൈലർ ഇത് എങ്ങനെയാണ് റീഡ് ചെയ്തിട്ടുള്ളത്, ഇതൊരു സ്ട്രിങ് ഡാറ്റ ടൈപ്പായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഈ 4ൻ്റെ കറസ്പോണ്ടിങ് അതിൻ്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂ അവിടെ എൻ്ററായി, 5ൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണോ സ്ട്രിങ് വാല്യൂ എത്രയാണോ അത് എൻ്ററായി, 6ൻ്റെ എത്രയാണോ അത് എൻ്ററായി. ഇവിടെ ഹരി എന്ന് അടിച്ചു. ഈ ഹരി എന്ന് പറഞ്ഞ വാക്കും സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്തിട്ടുള്ളത്. ഈ റോ ഇൻപുട്ടിൽ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അത് സ്ട്രിങ് ആയിട്ടാണ് റീഡ് ചെയ്യുക. അതിൻ്റെ പ്രശ്നം നമ്മൾ എപ്പോഴാണ് വരാം, നമ്മളിപ്പോൾ ഈ റോ ഇൻപുട്ട് വെച്ചിട്ട് ഒരു നമ്പർ റീഡ് ചെയ്തെന്ന് വിചാരിക്കാം.
നമുക്ക് വല്ല ലൂപ്പോ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇത് 456 എന്നായിരിക്കില്ല ഇതിൻ്റെ ആക്ച്വൽ മീനിങ് അല്ലേ. ഇതിൻ്റെ സ്ട്രിങ് വാല്യൂ കിടക്കുന്നത് ഇപ്പോൾ 4ൻ്റെ സ്ട്രിങ് വാല്യൂ കിടക്കുന്നത് ചിലപ്പോൾ 456 അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കുന്നുണ്ടാവാം. ആ വാല്യൂ ആയിരിക്കും റീഡ് ചെയ്യുക. അപ്പോൾ ആക്ച്വൽ നമ്പർ ആയിട്ടുള്ള റീഡ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യത്തെ നമ്മിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഡാറ്റ ടൈപ്പ് കാണാൻ വേണ്ടിയിട്ട് പ്രിന്റ് സ്പേസ് ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ ടൈപ്പ് ഓഫ് ഏതാദ്യത്തെ നം ഏതാന്ന് നോക്കാം. ടൈപ്പ് ഓഫ് നം. നമുക്ക് ആദ്യം തൊട്ടേ റൺ ചെയ്ത് തുടങ്ങാം. ആദ്യത്തെ 1 2 3 അടിച്ചു, സെക്കൻഡ് നമ്പർ 4 5 6 അടിച്ചു, നെയിം ഹരിന്നോ ഇഷ്ടമുള്ളത് കൊടുക്കാം, ഹരിന്ന് അടിച്ചു. അതെ, ആദ്യത്തെ നമ്മൾ ഏതാ 1 2 3 ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ടൈപ്പ് എന്താണ്? ടൈപ്പ് നമ്മാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അല്ലേ. ടൈപ്പ് നം ഏതാ 1 2 3. അതിന് ഇൻഡ് എന്നുള്ളത് വന്നു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എല്ലാത്തിനും ടൈപ്പ് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. കോപ്പി പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ ലാബ് എക്സാമിന് നിന്നാണ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടാ. ഞാനിപ്പോൾ ഈ വീഡിയോ വേഗം കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്പർ 1 പിന്നെ എന്ത് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ നെയിം അല്ലേ. ഓക്കെ, ഇനി ഒന്നും കൂടി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കി നോക്കാം. ആദ്യത്തെ എൻ്റർ നമ്പർ ഏതിൻ്റെയാ? എൻ്റർ നമ്പർ ഇൻപുട്ടിൻ്റെയാണ് എൻ്റർ നമ്പറോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. 1 2 3. സെക്കൻഡ് നമ്പർ ഏതിൻ്റെ? റോ ഇൻപുട്ട് വഴിയായിട്ടാണ് സെക്കൻഡ് നമ്പർ 4 5 6. ഇനി അടുത്തത് നെയിം ഇപ്പോൾ ദേവിക കിടക്കട്ടെ. ദേവിക നിങ്ങളുടെ ക്ലാസ്സിലില്ലേ? ദേവിക കൊടുത്തു. ഓക്കെ, എന്താ സംഭവിച്ചത്? ആദ്യത്തെ പ്രിൻ്റ്, ആദ്യത്തെ ഇൻപുട്ട് ഉപയോഗിച്ചിട്ടുള്ള നമ്മിൻ്റെ കീവേഡ് എന്താ? ഡാറ്റ ടൈപ്പ് എന്താ? ഇൻറ്റിജർ. അതിനുശേഷം നമ്മൾ റോ ഇൻപുട്ട് വഴി ഒരു നമ്പറാണ് ആക്ച്വലി നമ്മൾ വാങ്ങിയിട്ടുള്ളത് അല്ലേ. നമ്പർ 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നമ്മൾ വാങ്ങിയ നമ്പറാണ്. പക്ഷേ അത് ടൈപ്പ് നമ്പർ 1. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിട്ടാണ് കയറിയിട്ടുള്ളത്? സ്ട്രിങ്. രണ്ടാമത്തെ വാങ്ങിയിട്ടുള്ള നെയിമാണ്. അതിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താ? സ്ട്രിങ്. അപ്പോൾ ശരിക്കുള്ള മെയിൻ വ്യത്യാസം എന്താ? റോ ഇൻപുട്ടിലെ എല്ലാ വാല്യൂം സ്വീകരിക്കുന്നുണ്ടെങ്കിലും റോ ഇൻപുട്ടിലെ എല്ലാം എങ്ങനെയായിട്ടാണ് സ്വീകരിക്കണേ? സ്ട്രിങ് ആയിട്ടാണ് സ്വീകരിക്കണേ. ഇൻപുട്ടിലോ അത് ഇൻറ്റീജർ ആയിട്ടാണ് സ്വീകരിക്കുക. ഇനി നമുക്കിത് വേണമെങ്കിൽ ഈ സെയിം ഫംഗ്ഷൻ തന്നെ നമുക്ക് റോ ഇൻപുട്ട് ഫംഗ്ഷൻ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻറ്റീജർ ആയിട്ട് നമുക്ക് വാങ്ങാം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു. ഇപ്പോൾ ഈ നമ്പർ 1 ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണ്ട. നമ്പർ 1 ഒന്ന് കോപ്പി ചെയ്തു. നമ്പർ 1 കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്പർ 1 എന്നുള്ളത് നമ്പർ 2 ആക്കി. റോ ഇൻപുട്ടിന് മുമ്പ് ഇപ്പോൾ നമുക്കിതിപ്പോൾ നമ്പറാണ് വാങ്ങേണ്ടതെന്നറിയാം. ഇതിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് എന്തായി മാറും? സ്ട്രിങ് ആയി മാറും. നമ്മൾ അതിന് മുമ്പ് ഒരു ഇൻഡ് വയ്ക്കുക, ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇടുക, നേരെ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, num2. അതിനുശേഷം പ്രിന്റ് ടൈപ്പ് ഓഫ് ഏതാ നമുക്ക് വേണ്ടത്? num2 അല്ലേ. num2 ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ വേണ്ട. സമയം നമ്മുടെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. 15 മിനിറ്റ് ആവറായി. ആദ്യത്തെ 1 2 3 അടിച്ചു, രണ്ടാമത്തെ 4 5 6 അടിച്ചു, മൂന്നാമത്തെ നെയിം ഹരി അടിച്ചു, നാലാമത്തെയാണ് num2 നമ്മളിപ്പോൾ വാങ്ങാൻ പോകുന്നത്. എൻ്റർ സെക്കൻഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 7 8 9 വാങ്ങി വിചാരിക്കും. ഇപ്പോൾ ഇവിടെ എന്തുണ്ടായിട്ടുള്ളത്? ആദ്യത്തെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്പർ 1 നമ്മൾ ഒരു കൺവേർഷൻ ഇല്ലാതെ റോ ഇൻപുട്ട് വഴിയായിട്ടാണ് വാങ്ങിയിട്ടുള്ളത് അല്ലേ. അത് നമ്പർ 1 ടൈപ്പ് നമ്പർ 1 ഇവിടെ എന്തായിട്ടാണ്? സ്ട്രിങ്. രണ്ടാമത്തെ നമ്മൾ റോ ഇൻപുട്ട് തന്നെ എന്ത് ചെയ്തു? കൺവേർട്ട് ചെയ്തിട്ട് വാങ്ങിയല്ലേ, ഇൻറ്റീജർ ആയിട്ട്. നമുക്ക് ഇൻറ്റീജർ ആയിട്ട് ആ വാല്യൂ കിട്ടണം, ആ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? ഇൻറ്റ് ഓഫ് വെച്ചിട്ട് നമ്മൾ ചെയ്തു. അത് നമുക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയത്? 7 8 9 എന്നുള്ളത് ഇൻറ്റായി മാറി. ഇങ്ങനെയാണ് നമുക്ക് ഒരു യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാല്യൂ നമുക്ക് സ്വീകരിക്കാൻ പറ്റാം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ഓക്കെ, താങ്ക് യു.